ഇതുപോലൊരു സെന്റാങ്കിൾ ആർട്ട് ചെയ്താലോ നമുക്ക്? ഒരുപാട് ദിവസമായി ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നൊരു ഫ്രീ ഡേ കിട്ടിയപ്പോ ഈ ഒരു ആർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കുറച്ച് നാളായി ഞാനിത് ലിസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? നമുക്ക് നല്ലോണം ബോറടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെയുള്ള ആർട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. അത്യാവശ്യം കുറച്ച് സമയം വേണം ഇങ്ങനത്തെ ആർട്ട് ചെയ്യാനായി. അപ്പൊ നല്ലോണം ബോറടിച്ചിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള ആർട്ട് വർക്കൊക്കെ ചെയ്താൽ മതി. പിന്നെ ഈ ആർട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും വരച്ചു നോക്കാൻ പറ്റുന്ന ഒരു ആർട്ടാണ് കേട്ടോ. പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു വലിയൊരു ആർട്ട് പോലെ നമുക്ക് തോന്നും ചെയ്യും. നിങ്ങൾക്കത് ഫസ്റ്റ് ഒക്കെ കാണുമ്പോൾ അയ്യേ ഇതാണോ വരച്ചേക്കുന്നത് എന്ന് തോന്നും. പക്ഷെ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഈ കളേഴ്സ് ഒക്കെ ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ പേജിന്റെ എൻഡ് വരെ നമ്മൾ ഫുൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ബാക്കി വരുന്ന സ്പേസിൽ ലാസ്റ്റ് ഏത് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആ കളർ തന്നെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇതളുകൾ വരച്ചു കൊടുക്കുക. നമ്മൾ എല്ലാ പൂവിന്റെയും ഉള്ളിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയേ. ഫുള്ള് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടും. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് വൃത്തികേടായി തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് വരുന്ന എല്ലാ സ്ഥലത്തും ബ്ലാക്ക് കളർ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഇതളുകൾ വരച്ചു കഴിഞ്ഞിട്ട് വരുന്ന ആ ഗ്യാപ്പിന്റെ അകത്ത് ഫുള്ള് ബ്ലാക്ക് കളർ ഫില്ല് ചെയ്ത് കൊടുക്കണേ. ആ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയായില്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളേഴ്സ്, അതായത് നമ്മുടെ ഇതളുകൾ കുറച്ചും കൂടെ ഒരു സൈഡ് മാത്രം ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുക. അതായത് ഇതിൽ കാണുന്ന പോലെ തന്നെ ഒറ്റ ഭാഗം മാത്രം കേട്ടോ. ഫുൾ ആയിട്ട് നിങ്ങൾ ആ കളർ കൊടുക്കരുത്. ഒറ്റ സൈഡ് മാത്രം ഒന്നും കൂടെ ഡാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു 3D എഫക്റ്റിൽ കിട്ടും. കണ്ടോ, രണ്ട് ചേഞ്ചസ് നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾ അങ്ങനെ കൊടുത്തതും കൊടുക്കാത്തതും തമ്മിൽ. അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഫൈനൽ ടച്ച് ആണ്. വൈറ്റ് കളർ പെൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ്നർ ഉണ്ടെങ്കിൽ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് മറ്റേ സൈഡിൽ, അതായത് ഡാർക്ക് ചെയ്യാത്ത സൈഡിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ആ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സെന്റാങ്കിൾ പാറ്റേൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.